ഹായ് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് വളരെയധികം പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനർജി കലണ്ടർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എനർജി കലണ്ടർ എന്താണ്? എനർജി കലണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി കലണ്ടറിൽ 3 സോൺ വരുന്നുണ്ട്. ഒന്നാമത്തേത് ഗ്രീൻ സോൺ, രണ്ടാമത്തേത് യെല്ലോ സോൺ, മൂന്നാമത്തേത് റെഡ് സോൺ. ഗ്രീൻ സോണിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് വളരെയധികം എനർജി കിട്ടും ചെയ്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഗ്രീൻ സോണിൽ വരുന്നത്. രണ്ടാമത് യെല്ലോ സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി കിട്ടുന്നുമില്ല, നമ്മുടെ കയ്യിൽ എനർജി പോകുന്നുമില്ല. അപ്പോൾ അതാണ് എനർജി ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് യെല്ലോ സോണിൽ വരുന്നത്. മൂന്നാമത്തേതായിട്ട് റെഡ് സോൺ. അപ്പോൾ റെഡ് സോണിൽ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ എനർജി വളരെയധികം ഡ്രെയിൻഡ് ആയിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്ന പോലെ തോന്നും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റെഡ് സോണിൽ വരുന്നത്. അപ്പോൾ ഈ 3 സോൺ വെച്ചുകൊണ്ട് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഒരു എനർജി കലണ്ടർ പ്രിപ്പയർ ചെയ്യണതാണ്. അതായത് ഈ ഗ്രീൻ സോൺ, യെല്ലോ സോൺ, റെഡ് സോൺ, ഇത് 3 സോണിലെയും ആക്ടിവിറ്റീസ് വെച്ചുകൊണ്ട് നമ്മളൊരു എനർജി കലണ്ടർ പ്രിപ്പയർ ചെയ്യുക. ഈ എനർജി കലണ്ടർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ച അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ സ്ലോലി നമുക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നിന്ന് ആ ഒരു റെഡ് സോണും യെല്ലോ സോണും പതിയെ കുറച്ച് കൊണ്ടുവരാനും അതിനോടുകൂടെ തന്നെ ആ ഒരു ഗ്രീൻ സോൺ, അതായത് എനർജി ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് പതിയെ കൂട്ടി കൊണ്ടുവരാനും അതിലേക്ക് ഫോക്കസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെ കൂടുതൽ സമയം നമ്മൾ ആ ഒരു ഗ്രീൻ സോണിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് എനർജി ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് കൂടുതൽ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ പേഴ്സണലി എൻ്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റ്, ക്യാരക്ടർ, പേഴ്സണാലിറ്റി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ആ ഒരു ഗ്രീൻ സോണിൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പ്രെയർ ആൻഡ് മെഡിറ്റേഷനാണ്. ആ ഒരു മെഡിറ്റേഷനും പ്രെയറിൻ്റെ ടൈമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കോർ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഫിസിക്കൽ എക്സസൈസ് ആണ്. കാരണം നല്ലൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എനർജി ലഭിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നല്ല ഒരു 6 to 7 hours സ്ലീപ്പും ന്യൂട്രീഷ്യസ് ഫുഡും എനർജി ക്രിയേറ്റിംഗ് അതിൻ്റെ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. പിന്നെ നാലാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് റീഡ് ചെയ്യുക, നോളജ് ഗ്രാസ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനർജി ക്രിയേറ്റിംഗിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, നമുക്ക് കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനർജി ക്രിയേറ്റിംഗ് സോണിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും എനർജി ന്യൂട്രലും അതേപോലെ എനർജി ഡ്രെയിനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അത് പതിയെ കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാനും സാധിക്കുമ്പോൾ നമ്മുടെ ലൈഫ് പതിയെ കൂടുതൽ പ്രോഗ്രസീവായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു. ഹായ് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ